നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. മാളയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മാള ആശുപത്രിപ്പടി പയ്യപ്പള്ളി വീട്ടിൽ പരേതനായ ജോഷിയുടെ മകൻ ജുവലാണ് മരിച്ചത്. തിരുനാൾ പ്രദക്ഷിണത്തിനിടെ ബൈക്കിലേക്ക് പടക്കം പൊട്ടിത്തെറിച്ച് വീണ് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പരിയാരം കടുങ്ങാട് സ്വദേശി മൂലേംകുടിയിൽ ശ്രീകാന്താണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ ചായക്കട കുത്തി തുറന്ന പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. പടാക്കുളം പുല്ലാർക്കാട്ട് സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള ചായക്കടയിലാണ് മോഷണം നടന്നത്. വാർത്തകൾ വിശദമായി. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മാള ആശുപത്രിപ്പടി പയ്യപ്പള്ളി വീട്ടിൽ പരേതനായ ജോഷിയുടെ മകൻ ജുവലാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. കഴിഞ്ഞ 26-ന് മാളക്കുളത്തിന് സമീപം ജുവലും സഹോദരൻ ജെവിനും സഞ്ചരിച്ച ബൈക്ക് തെന്നിമറിയുകയായിരുന്നു. റോഡിൽ തലയടിച്ചാണ് അപകടം സംഭവിച്ചത്. ജെവിനും ഗുരുതരമായി പരിക്കുപറ്റി ആശുപത്രിയിലാണ്. ജുവൽ മാള കാർമൽ കോളേജിൽ ജോലി ചെയ്യുകയായിരുന്നു. തിരുനാൾ പ്രദക്ഷിണത്തിനിടെ ബൈക്കിലേക്ക് പടക്കം പൊട്ടിത്തെറിച്ച് വീണ് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പരിയാരം കടുങ്ങാട് സ്വദേശി മൂലേംകുടിയിൽ ദിവാകരന്റെ മകൻ ശ്രീകാന്താണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പരിയാരം ജംഗ്ഷന് സമീപമുള്ള കപ്പേളയിൽ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് പൊട്ടിച്ച പടക്കം സമീപത്ത് ബൈക്കിലിരുന്നിരുന്ന ശ്രീകാന്തിന്റെ സമീപം വീഴുകയായിരുന്നു. തുടർന്ന് ബൈക്കിന് തീ പിടിക്കുകയും പെട്രോൾ ടാങ്ക് അടക്കം പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. ദേഹമാസകലം പൊള്ളലേറ്റ ശ്രീകാന്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. കാലടി പ്ലാന്റേഷൻ കക്കയം 9-ാം ബ്ലോക്കിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. തോട്ടം തൊഴിലാളികളാണ് രാവിലെ പിടിയാനയുടെ ജഡം കണ്ടത്. പ്രായാധിക്യമാണ് മരണകാരണമെന്ന് കരുതുന്നു. ആഴ്ചകൾക്ക് മുമ്പ് 30-ാം ബ്ലോക്കിൽ ആനയുടെ ജഡം കണ്ടെത്തിയിരുന്നു. ഏകദേശം 45 വയസ്സ് പ്രായമുള്ളതായി കരുതുന്നു. ആനയുടെ ജഡത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നും പറയുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന നാട്ടുപുലിമ നാടൻ കലാപഠനശാലയ്ക്ക് കൊടിയേറി. മതിലകം കളരിപ്പറമ്പ് സ്കൂൾ അങ്കണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് കൊടി ഉയർത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ അധ്യക്ഷയായിരുന്നു. V മനോജ് പദ്ധതി വിശദീകരണം നടത്തി. മതിലകം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, ഇരിങ്ങാലക്കുട DO ബാബു പ്രസാദ്, നാട്ടുപൊലിമ ജനറൽ കൺവീനർ MS ലെനിൻ, രാജൻ നെല്ലായി, PK മോഹനൻ, കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാല സെക്രട്ടറി MS ദിലീപ്, ജാൻസി തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള പഞ്ചായത്ത് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. KSSPU ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും മാളയിൽ ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ ഇത് ഈ ജില്ലാ സെക്രട്ടറി ആയി 2 വർഷമായി. അതിനിടയ്ക്ക് എനിക്കൊരു പരിപാടിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും 450ഓളം അംഗങ്ങളുള്ള ഈ യൂണിറ്റിൻ്റെ 32-ാം വാർഷിക സമ്മേളനത്തിൽ ഇവിടെ എന്നെ ക്ഷണിച്ചതിനും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനും അതിയായ സന്തോഷമുണ്ട് എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കും. യൂണിറ്റ് പ്രസിഡന്റ് AS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. KC സുകുമാരൻ, S സോമസുന്ദരം, ജോയ് മണ്ടകത്ത്, KA ഹനീഫ, AC ശ്രീധരൻ, പുഷ്പാങ്കദൻ, NL ജേക്കബ്, AK സലീന, PM സന്തോഷ് എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം രൂപതയിലെ സീനിയർ വൈദികനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ ജേക്കബ് കോണത്ത് നിര്യാതനായി. 81 വയസ്സായിരുന്നു. 2017 മുതൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. കൃഷ്ണൻകോട്ട പരേതരായ കോണത്ത് ചീക്കു ഏലിയ ദമ്പതികളുടെ മകനായി 1942 ഡിസംബർ 9-നാണ് ജനനം. 1971 ഡിസംബർ 18-ന് വിജയപുരം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് അമ്പസോളയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. ഓർമ്മയ്ക്കായി ഒരു തച്ചന്റെ കഥ, കാൽക്കീഴിലെ നിധികുംഭങ്ങൾ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. മാളയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മാള ആശുപത്രിപ്പടി പയ്യപ്പള്ളി വീട്ടിൽ പരേതനായ ജോഷിയുടെ മകൻ ജുവലാണ് മരിച്ചത്. തിരുനാൾ പ്രദക്ഷിണത്തിനിടെ ബൈക്കിലേക്ക് പടക്കം പൊട്ടിത്തെറിച്ച് വീണ് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പരിയാരം കടുങ്ങാട് സ്വദേശി മൂലേംകുടിയിൽ ശ്രീകാന്താണ് മരിച്ചത്.
കൊടുങ്ങല്ലൂരിൽ ചായക്കട കുത്തി തുറന്ന പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. പടാക്കുളം പുല്ലാർക്കാട്ട് സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള ചായക്കടയിലാണ് മോഷണം നടന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.